ആമുഖമായി സൂചിപ്പിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അല്പസമയം രണ്ട് ചുമതലകൾ ഒരേ സമയത്തോടെ നിർവഹിക്കുവാൻ കർത്താവ് പ്രത്യാശിക്കാം. കർത്താവായ യേശു തമ്പുരാന്റെ ജന്മപ്പെരുന്നാൾ ലോകം മുഴുവൻ യെൽദോ എന്ന നാമധേയത്തിൽ സുറിയാനി സഭ ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവ ജനതയെ മാത്രമല്ല സകല വംശങ്ങളും ഗോത്രങ്ങളും ക്രിസ്തു യേശുവിന്റെ ജനനം ആഘോഷത്തോടുകൂടി ലോകം മുഴുവൻ ആഘോഷിക്കുക. ആ വലിയ സുദിനത്തിലേക്കും സന്തോഷത്തിലേക്കുമാണ് നമ്മളെല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. ആദ്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ചുമതല, എന്നെ നിക്ഷിപ്തമായ കർമ്മം നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. പുറമേ നിന്നാരും ഈ സംഘത്തിനകത്തില്ല. ഉള്ളവരെല്ലാവരും ഒരു ഹൃദയത്തോടുകൂടി ഒരുമിച്ച് ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സുദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെയോ പേരെടുത്ത് പറഞ്ഞ് ഒരു സ്വാഗതം ആശംസിക്കുന്നതിൻ്റെയോ ആവശ്യകതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ചടങ്ങുകളുടെ ഔപചാരികത പലപ്പോഴും നമ്മളെ നിർബന്ധിക്കുന്നതാകിയാൽ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ ദൈവിക കൂട്ടായ്മയിലേക്ക്, കുടുംബത്തിലേക്ക് ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വലിയ ഒരു കർമ്മത്തിന് സാക്ഷിയായവരാണ് അപ്പോസ്തലന്മാർ. കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കുകയും പറയുകയും സന്ദേശം ലോകമൊക്കെയിലും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകൾ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കാം യേശു തമ്പുരാൻ ഒരു പുൽത്തൊഴുത്ത് തന്നെ തൻ്റെ ജനനത്തിനായിട്ട് കാത്തിരുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത്? ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഈ പ്രോഗ്രാമുകളുടെ ട്രെയിനിങ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് സംശയരൂപേണയും ചോദ്യരൂപേണയും ഞാൻ കേട്ട ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു ജനിച്ചത് സത്യത്തിൽ പുൽത്തൊഴുത്തിലാണോ ഗുഹയിലാണോ എന്നുള്ളത്. ഇന്ന് കാർമൽ കോളജിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് അതിനെക്കുറിച്ച് ഒരു ദീർഘമായ പഠനം തന്നെ നടത്തിയിട്ട് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കത്തനാർ 24 മണിക്കൂർ ഫേസ്ബുക്ക് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ എന്നേക്കാളും വേദപുസ്തകത്തെക്കാളും കൂടുതൽ കയ്യിലെടുക്കുന്ന സാധനം മൊബൈലും, അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്ന വസ്തു ഫേസ്ബുക്കും ആയതുകൊണ്ടാണ് അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. നമ്മളെല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളായി തീരുന്നത് അങ്ങനെയാണല്ലോ. ആ ഒരു പ്ലേറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് കർത്താവ് ഒരു പുൽത്തൊഴുത്ത് തിരഞ്ഞെടുക്കുന്നു. നമുക്കറിയാം, സെമിറ്റിക് പാരമ്പര്യങ്ങളിൽ പ്രത്യേകിച്ച് യഹൂദ നാട്ടിലൊക്കെ പോയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്, അവിടുത്തെ ഗുഹകളാണ് പുൽത്തൊഴുത്ത് എന്ന് പിന്നീട് അറിയപ്പെടുന്നത്. നമ്മുടെ പാട്ടുകളിലെല്ലാം അത് പാടുന്നുണ്ട്. കാലിത്തൊഴുത്തിൽ അവൻ ജനിച്ചുവെന്നും പുൽത്തൊഴുത്തിൽ അവൻ ജനിച്ചുവെന്നും കല്ലിടാവിൽ അവനെ കിടത്തിയെന്നും ഒക്കെ പറയുന്ന പാട്ടുകളിലെല്ലാം കർത്താവ് ഏറ്റവും പരിമിതമായ ഒരു സാഹചര്യത്തെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. വൈ ക്രൈസ്റ്റ് ബോൺ ദേർ, ആ പ്രത്യേക സ്ഥലത്ത് എന്തുകൊണ്ട് കർത്താവ് ആ സ്ഥലം തന്നെ അവന്റെ ജന്മത്തിന് തിരഞ്ഞെടുത്തു എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് അവസാനിപ്പിക്കുക. കർത്താവിന് വേണമെങ്കിൽ രാജകൊട്ടാരത്തിൽ പിറക്കാമായിരുന്നു, അത്ഭുതപരമായ ഒരു ജനനത്തെ തന്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ഒരു ജന്മം. പ്രത്യേകിച്ച് യോശുവയുടെ കാലത്തൊക്കെ അവർ കണ്ടിട്ടുള്ളതാണ്. ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും നിൽക്കുന്നു, അസ്തമിക്കാതെ നിൽക്കുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ വിറകൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കർത്താവിന് ഇറങ്ങി വരാമായിരുന്നു. അങ്ങനെ ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവന്റെ വില ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ വളരെ കൂടിയിരുന്നേനെ. നമ്മളൊക്കെ അത്ഭുതങ്ങൾ പുറകെ പോകുന്ന ആളുകളായതുകൊണ്ട് ഒരു അത്ഭുതത്തോടെയാണ് കർത്താവ് ജനിച്ചിരുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ദൈവമെന്ന് അംഗീകരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവുകയാണ്. പക്ഷെ കർത്താവ് ജനിച്ചത് വളരെ സിമ്പിളായിട്ടാണ്. ആരും അവന്റെ ജനനം അറിഞ്ഞില്ല എന്ന് പോലും രേഖപ്പെടുത്തപ്പെടുന്നു. പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ അമ്മ ഒത്തിരി വേദനിച്ചു, പക്ഷേ ഈ പുത്രൻ പുറത്തേക്ക് വന്നത്, അവൻ ഉരുവായത് അമ്മ കണ്ടില്ല, അറിഞ്ഞില്ല എന്നാണ് പിതാക്കന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നത്. പെറ്റമ്മ പോലും അറിയാതെ അത്രയ്ക്ക് സിമ്പിളായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്, ജന്മമെടുക്കുക. എന്തുകൊണ്ടായിരിക്കാം? അത് മനസ്സിലാക്കണമെങ്കിൽ അവന്റെ ചുറ്റുപാട് നിന്നിരുന്ന ആളുകളും അവനെ കണ്ടിരുന്ന ആളുകളെ കുറിച്ചും ഒരു ഓർമ്മയും ബോധ്യവും നമ്മുടെ മനസ്സിൽ വേണം. ഒന്ന്, നിഷ്കളങ്കയായ 12-13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു അമ്മയാകുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ അമ്മയായി പോയ ഒരു പെൺകുഞ്ഞ്. 2, വാർദ്ധക്യത്തിന്റെ അങ്ങ് അറ്റത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരപ്പൻ. ആളുകൾ അവനെ കുറിച്ച് പലതും തെറ്റായിട്ട് ധരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും പരിശോധിക്കുമ്പോൾ കാണാം, കന്യകമറിയാമിനേക്കാൾ പ്രായമുണ്ടായിരുന്നു യൗസേപ്പിന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിന്, ഏറ്റവും ചെറിയ മകൾക്ക്. യൗസേപ്പിന്റെ
ഏറ്റവും ചെറിയ മകളുടെ പ്രായത്തേക്കാൾ ചെറുതായിരുന്നു കന്യകമറിയാമിന്റെ പ്രായം. പുരുഷനും സ്ത്രീക്കൊക്കെ പതിവ് നിൽക്കുന്ന കാലം എന്നൊക്കെ വേദപുസ്തകത്തില് ആ ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വാക്കുകളെ കുറിച്ച് നമുക്ക് പരാമർശിക്കും. ഒരു കാരണവശാലും യൗസേപ്പിന് ഒരു കുഞ്ഞുണ്ടാവില്ല എന്നുള്ള കാര്യം ചുറ്റുപാടുമുള്ള ആളുകൾക്കൊക്കെ ബോധ്യമുള്ളതാണ്. അപ്പൊ തനിക്കൊരു പിതാവാകാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് നീതിമാനായ മനുഷ്യൻ ഇവളെ ആരും കാണാതെ ഉപേക്ഷിക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നത്, ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനത് ഓർമ്മിപ്പിച്ചത് ഏറ്റവും പരിതാപകരമായ ഒരപ്പൻ, ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലായിരിക്കുന്ന ഒരമ്മ. ഇനി ഞങ്ങൾ ഈ ലോകത്തിന് വലിയ കാര്യങ്ങളൊന്നുമല്ല, അന്യന്റെ സമ്പത്തുകളെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും മാത്രം ചുമതലപ്പെട്ടവരാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ആട്ടിടയന്മാർ. അവർക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് പറയാം. വല്ലവന്റെയും ആടുകളെ മേച്ചു ഭരിക്കുന്ന ആളുകളാണ്, മേച്ചു നടക്കുന്ന ആളുകളാണ്. അവർക്ക് പലപ്പോഴും ഒരു ആടിന്റെ വില പോലും ആട്ടിടയന്മാർക്ക് ലഭിക്കില്ല. ജീവിതത്തിൽ തള്ളപ്പെട്ടത്, തഴയപ്പെട്ടത്, ഒഴിയപ്പെട്ടത് എന്നൊക്കെ തോന്നപ്പെടുന്ന അവസ്ഥയിലുള്ള ആളുകൾ. നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ തോന്നും ഞങ്ങളൊക്കെ ഇതിൽ വല്ലതുമാണ്. പലപ്പോഴും പള്ളിയിലേക്ക് വരുമ്പോൾ പോലും നമ്മുടെ ആളുകൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമാണ്, ഞങ്ങൾ വരുന്ന കുർബാന കണ്ട് പോകുന്നു, ഞങ്ങൾക്ക് എന്താ അതിനകത്തുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളെ ആരെയാണ് മാനിക്കുന്നത് എന്ന് ബോധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ പ്രതിനിധികൾ ആട്ടിടയന്മാർ. എന്നാൽ ഞങ്ങളാണ് ഇതിന്റെ എല്ലാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ പരമം എന്ന് ചിന്തിക്കുന്ന മറുവിഭാഗത്തിലെ കുറെ ആളുകൾ. അതിന്റെ പേര് രാജാക്കന്മാർ.